أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وسلم. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ റൗളത്തുൽ ഖുർആൻ പഠിതാക്കളെ, തൻമിയയുടെ പാഠഭാഗം നാം രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ പാഠം രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പാഠത്തിൻ്റെ തുടർച്ച. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ സൂറത്തുൽ മുൽക്കിൻ്റെ പേര്, അതുപോലെ തന്നെ അതിന് പറഞ്ഞ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഹത്വങ്ങളിൽ ചിലത് പറഞ്ഞു, 4 എണ്ണം. ഇനി ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ച പറയണം. 5-മതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഹാനരായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സൂറത്തു തബാറക ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ. ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ, തബാറക്ക സൂറത്ത് ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ആ സൂറത്ത് അവനെ തടയും. അഥവാ അവന് ശിക്ഷ ലഭിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ സൂറത്ത് മതി. 6-മത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാന യഖറഉ അലിഫ് ലാം മീം തൻസീൽ അഥവാ സജദ വതബാറക കുല്ല ലൈലത്തിൻ. അവിടുന്ന് ഓതുമായിരുന്ന സൂറത്തുകളാണ്, ഒന്ന് സൂറത്തു സജദ, മറ്റൊന്ന് സൂറത്തുൽ മുൽക്ക്. എല്ലാ രാത്രിയിലും ഓതിയിരുന്നു. യാത്രയിലായാലും ലാ യദഉഹാ ഫി സഫറിൻ വലാ ഹദർ. അവിടുന്ന് യാത്രയിലോ അല്ലെങ്കിൽ യാത്ര അല്ലാത്ത വേളയിലോ എപ്പോഴായിരുന്നാലും രാത്രി ഈ 2 സൂറത്തും ഒരിക്കലും ഒഴിവാക്കാറില്ല. അപ്പോൾ തന്നെ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. അത്രയും തിരക്ക് പിടിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കേണ്ട അവിടുന്ന് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ സൂറത്ത് ഓതേണ്ടതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, വദിത്തു അന്ന തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് ഫീ ഖൽബി കുല്ലി മുഅ്മിൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, തബാറക്ക എല്ലാ വിശ്വാസിയുടെയും കൽബിൽ ഉണ്ടാകണമെന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. ഈ കൊതിക്കുന്നു എന്നുള്ളൊക്കെ പ്രയോഗം അതൊക്കെ മനസ്സിന്ന് വരുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആ സൂറത്ത് മനഃപ്പാഠമാക്കാൻ കൂടെയുള്ള പ്രേരണയാണ്. നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം, ഹൃദയത്തിലുണ്ടാവണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം നമുക്കറിയാനും. അതുപോലെ തന്നെ മാസം പിറന്നാൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാം. ആരാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു? നമ്മുടെ നാടിൻ്റെ തേജസ് ആയിരുന്നല്ലോ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. നമ്മുടെ ഉസ്താദുമാരൊക്കെ വളരെ പ്രധാനമായും അവർ പഠിച്ചിരിക്കേണ്ടതും പ്രധാന ഘട്ടങ്ങളിലൊക്കെ അവർ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതുമായ ഒരു കർമ്മശാസ്ത്ര ഫിഖ് ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈൻ്റെ രചയിതാവാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു താൻ ഓതിപ്പടിച്ച ഉസ്താദാണ് മഹാനരായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അഥവാ ഫിഖ് ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥമാവുന്ന തുഹ്ഫ അടക്കമുള്ള ഒരുപാട് രചനകൾ നടത്തിയ മഹാനാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയാണ്, റമളാൻ മാസപ്പിറവി കണ്ടാൽ താഴെ പറയുന്ന പ്രാർത്ഥന കഴിഞ്ഞ് തബാറക്ക ഓതിയിൽ സുന്നത്താവുന്നു.
കാരണം അത് സുരക്ഷയും കാവലുമാകുന്നു. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നു, മാസത്തിലെ ദിവസത്തിന് സമാനമായ 30 ആയത്തുകൾ, അഥവാ 30 ദിവസമാണ് ഒരു മാസത്തിലുള്ളത്, അതുപോലെ 30 ആയത്തുകൾ അതിലടങ്ങിയിരിക്കുന്നു. മാത്രമല്ല അത് ഓതുന്നിടത്ത് സമാധാനമിറങ്ങുന്നതാണ്. ഇത്ഹാഫു അഹ്ലിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൻ്റെ 109-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയാണ്. തബാറക്ക് ഓതിയലുകൾക്ക് സമാധാനം കിട്ടുന്നു. ആഖിറത്തിലേക്ക് മാത്രമല്ല, ദുനിയാവിൽ സമാധാനപൂർണമായ ജീവിതം കിട്ടാൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ മതി. മാസം പിറന്നാൽ തബാറക്കക്ക് മുമ്പ് നടത്തേണ്ട പ്രാർത്ഥന നമ്മളൊന്ന് ചൊല്ലിവെക്കുക. അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദാ അശ്ശഹരി വഅഊദു ബിക മിൻ ശർരിൽ ഖദ്രി വമിൻ ശർരിൽ മഹ്ശർ. ഈ പ്രാർത്ഥനയാണ് മാസം കാണുമ്പോൾ നമ്മൾ അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് കൈ ഉയർത്തി പടച്ചവനോട് ദ്വാരക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും ഉന്നതൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് മാത്രമാണ് ഏതൊരു ആരാധനക്കും കഴിവ് ലഭിക്കുന്നത്. അവൻ്റെ തീരുമാനപ്രകാരമല്ലാതെ ഒരു ആരാധനയും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഏതിൽ നിന്ന് തെന്നി മാറണമെങ്കിലും അതിനും അല്ലാഹു തആല തന്നെ നമുക്ക് കഴിവ് തരണം. അൽ അലിയുൽ അദീം, അവൻ ഏറ്റവും ഉന്നതനും മഹാനുമാണ്. അള്ളാഹുവിൻ്റെ മഹത്വങ്ങളൊക്കെ നാം പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഖൈറ ഹാദാ ശഹർ, ഈ മാസത്തിലുള്ള ഖൈർ. വഅഊദു ബിക മിൻ ശർരിൽ ഖദർ, നീ കണക്കാക്കിയതിലെ ഷർറിനെ തൊട്ട് അല്ലാഹുവേ നിന്നോട് കാവലിനെ തേടുന്നു. വമിൻ ശർരിൽ മഹ്ശർ, മഹ്ശറിൽ വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ തൊട്ട് അല്ലാഹുവേ നിന്നോട് കാവലിനെ തേടുന്നു. ഇങ്ങനെ മാസപ്പിറവി കാണുമ്പോൾ അത് കാണാൻ വേണ്ടി തയ്യാറാവലും അപ്പോൾ ഈ ദുആ ചെയ്യലുമൊക്കെ സുന്നത്താണ്. അപ്പോൾ റമദാൻ മാസത്തിൻ്റെ തുടക്കത്തിലുള്ള മാസപ്പിറവി കണ്ടാൽ ഇത് ചൊല്ലിയാൽ അതുകൊണ്ട് വലിയ ബറക്കത്തുണ്ടെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മാസത്തിലെ ദിവസത്തിന് സമാനമായ ആയത്തുകൾ ഇതിലടങ്ങിയതുകൊണ്ട് എല്ലാ മാസത്തിൻ്റെ തുടക്കത്തിലും ഇത് ചൊല്ലൽ സുന്നത്തുള്ളതാണെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്കൊക്കെ പ്രചോദനമാവണം. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതണം. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. അതുപോലെ തന്നെ കടക്കുമ്പോൾ ചൊല്ലിയുള്ള മാത്രമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഖബറിലെ ചോദ്യത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ നമുക്ക് ഈ സൂറത്ത് മതി. തബാറക്ക ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമാണെന്ന് നിരവധി നബിവചനങ്ങളിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നാം പഠിച്ചിട്ടുണ്ട്. അതിൽ അതിപ്രധാനം മുൻകർ നക്കീർ മലക്കുകളുടെ ചോദ്യം ചെയ്യലിൽ നിന്നുള്ള രക്ഷയാകുന്നു. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടാത്തവർ എന്ന അധ്യായത്തിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ ശറഹു സുദൂറിൽ ഉറങ്ങുന്നതിന് മുമ്പ് സ്ഥിരമായി തബാറക്ക ഓതുന്നവരെ എണ്ണുന്നുണ്ട്. ബറാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് ഇതിന് തെളിവായി മഹാനവറുകൾ ഉദ്ധരിക്കുന്നു. ശറഹു സുദൂറിലെ 182-ാമത്തെ പേജ് നോക്കിയാൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പാഠം എന്തുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കി തരുന്ന ഒരു അധ്യായമായി മാറണം. ഇതൊരു പാഠമാവണം. നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ ചൊല്ലിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ ഇത്രയും വലിയ മഹത്വമുള്ള ഒരു സൂറത്ത് കൊണ്ട് നമ്മുടെ വീടും നമ്മുടെ ജോലിസ്ഥലവും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ധന്യമാക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദിനം പ്രതി 3 ആയത്തുകൾ വീതം മനപ്പാടാക്കുക. സൂറത്തുൽ മുൽക്ക് പാരായണം ഇല്ലാത്തവരോടാണ് പറയണത്. ഒരു ദിവസം ഈ സൂറത്തുൽ മുൽക്കിൻ്റെ ഒരു 3 ആയത്ത് നമ്മൾ പഠിക്കാനിരുന്ന, അങ്ങനെ 10 ദിവസം കൊണ്ട് തബാറക്ക പൂർണ്ണമായി ഹൃദ്യസ്ഥമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം മാനിക്കുക. അഥവാ നമ്മളോട് പറഞ്ഞല്ലോ, നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവാൻ, വിശ്വാസികളുടെ ഖൽബിൽ ഈ സൂറത്തുണ്ടാവാൻ ഞാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു സാഹചര്യം നമുക്ക് രൂപപ്പെടുത്താൻ നമ്മൾ ഈ രംഗലേക്ക് നോക്കിയാൽ ഒരു ദിവസം 3 ആയത്ത് എന്ന നിലക്ക് നമ്മൾ മനപ്പാടാക്കിയാൽ ആകെ 10 ദിവസം കൊണ്ട് ആ ഹദീസ് അന്വർത്ഥമാക്കി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. രണ്ടാമത്, തബാറക്ക ഓതിയാൽ കിട്ടുന്ന 4 പ്രധാന നേട്ടങ്ങൾ 10 കൂട്ടുകാരികൾക്ക് വാട്സപ്പായോ മറ്റോ അയക്കുക. നമ്മൾ
10 നേട്ടങ്ങൾ, 4 നേട്ടം, ഒരുപാട് നേട്ടങ്ങളുണ്ടല്ലോ. അതിൽ ഒന്ന് തബാറക്ക സൂറത്ത് പതിവാക്കിയാലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്നിട്ട് 1, 2, 3, 4, അല്ലെങ്കിൽ ഇന്നത് പതിവാക്കിയാലുള്ള നേട്ടം, മറ്റൊന്ന് ഉറങ്ങുമ്പോൾ കിടക്കുമ്പോൾ ഉള്ള നേട്ടം, ഏതെങ്കിലും ഒരു 4 എടുത്തിട്ട് നമ്മുടെ 10 കൂട്ടുകാരികൾക്ക് നമ്മൾ അതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പം ആരെങ്കിലും ഒരാൾ കൂട്ടത്തിൽ നമ്മുടെ ഈ സന്ദേശം പ്രചോദനമായിട്ട് അവർ ഓതാൻ തീരുമാനിച്ചാൽ നമുക്ക് ദുനിയാവിൽ അതുപോലെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ നമുക്കത് മതിയാവുമല്ലോ. അവരെത്രയാണോ അതിന് ഓതുന്നത് അതിൻ്റെ ഓരോ അക്ഷരത്തിനും ഒരു അക്ഷരത്തിന് 10 ഹസനത്ത് വെച്ച് കിട്ടും. ആ ഒന്നിനൊക്കെ നമുക്കും കിട്ടും. അള്ളാഹുവിന് തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്, പുതിയ 3 പേരെ ദിവസവും തബാറക്ക ഓതുന്നവരാക്കി മാറ്റുന്നതിന് ശ്രമിക്കുക. ഒരു പുതിയ 3 ആളുകൾക്ക് അവരെ ഇത് ഓതാനുള്ള പ്രേരണ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഇപ്പം എന്താ ഉള്ളത്? അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആ ഒരു ശ്രമം നമ്മുടെ നിന്ന് ഉണ്ടാകുക. ഇനി അതിൻ്റെ തദ്രീബാത്ത്, അതിൻ്റെ മറ്റു നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, തബാറക്കയുടെ 2 നാമങ്ങൾ അർത്ഥസഹിതം എഴുതുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ തബാറക്കക്ക് 2 പേര്, കുറേ പേരുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 2 പേരുകൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൻജിയ എന്നൊക്കെ. അപ്പോൾ അതും അതിൻ്റെ അർത്ഥമൊക്കെ എഴുതുക. അതുപോലെ തന്നെ തബാറക്കയെ പറ്റി പരാമർശിച്ച ഖുർആനല്ലാത്ത വേദഗ്രന്ഥം, ഖുർആനല്ലാത്ത ഏതെങ്കിലും ഒരു ഗ്രന്ഥം തബാറക്കയെ കുറിച്ച് പറഞ്ഞു കിട്ടുന്നത് 2, 3, 4 ഗ്രന്ഥങ്ങളുടെ പേര് നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞ കിതാബിൽ ഇന്നയാൾ പറഞ്ഞു എന്നൊക്കെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ തഫ്സീർ ഖുർത്തുബിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറഞ്ഞു. അതിൽപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ പേര് എഴുതാം. മൂന്നാമത്, തബാറക്ക ഓതിയാൽ എത്ര പദവികൾ ഉയർത്തപ്പെടുന്ന പറഞ്ഞല്ലോ അല്ലേ. അതിൽ ഇത്ര ആയത്തുണ്ട്, അതിൻ്റെ പേരിൽ ഇന്ന മഹത്വങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്ര പദവി ഉണ്ടാകാൻ. അതുപോലെ തന്നെ തബാറക്കയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ടായിരുന്നൊരു സൂറത്ത് നമ്മൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് 6ാമത് പറഞ്ഞ മഹത്വം ഉണ്ടല്ലോ, അതിൽ ആ സൂറത്തിനെ കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്, ആ സൂറത്ത്. അതുപോലെ തബാറക്ക ഓതിയാൽ ഖബറിൽ ചോദ്യമില്ലെന്ന് പറഞ്ഞ പണ്ഡിതൻ്റെ പേരെന്താണ്? തബാറക്ക സൂറത്ത് ഓതിയാൽ ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്, അഥവാ ചോദ്യം ചെയ്യപ്പെടാത്തവരുടേക്കും വേണ്ടി പ്രത്യേകമായി ഒരു അധ്യായം രചിക്കുകയും ആ അധ്യായത്തിൽ സൂറത്ത് മുൽക്ക് ഓതിയവരുടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അവസാന ഭാഗങ്ങളിലൊക്കെ ആയിട്ട്. അവരുടെ ആ മഹാന്റെ പേരെന്താണ്? അതുപോലെ തബാറക്ക ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ്? അതുപോലെ നമ്മൾ ഈ പാഠത്തുനിന്ന് ഈ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട് എന്നിത്യാദി നമ്മൾ ഈ പഠിച്ച ഭാഗങ്ങളൊക്കെ കൃത്യമായി നമ്മളൊരു ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി രേഖപ്പെടുത്തണം. അള്ളാഹുവിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ സ്വീകരിക്കണേ റഹ്മാനെ. ആഖിറത്തുൽ ദുനിയാവിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കാരണമാവുന്ന രീതിയിൽ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ശാരീരിക മാനസിക പ്രയാസങ്ങളൊക്കെ തീർത്ത് ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.